ട്രംപ് ഒരിക്കലും ചൈനയെ നമ്പില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചൈനയിലേക്ക് പോയ ട്രംപിന് വലിയ അപമാനങ്ങൾ നേരിടേണ്ടി വന്നു. ഇത് വലിയ രീതിയിൽ അമേരിക്കയിൽ അമർഷമുണ്ടാക്കി. അമേരിക്കൻ പത്രങ്ങൾ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ട്രംപ് വലിയൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. അതായത് ചാരവൃത്തി, ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയ ട്രംപ് തന്നിൽ എന്തെങ്കിലും ഒരു ചാരവൃത്തി ഇവർ നടത്തിയിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. പ്രധാനമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംഘവും 2 ദിവസത്തെ ഉന്നത ചൈന സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ബീജിംഗ് വിമാനത്താവളത്തിൽ ഒരു അപൂർവമായ സംഭവം ട്രംപ് ഇതേ തുടർന്ന് നടത്തിയെടുത്തു. വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളും ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ടും അനുസരിച്ച് അമേരിക്കൻ പ്രതിനിധി സംഘം ചൈനയിൽ നിന്ന് ഔദ്യോഗികമായി ലഭിച്ച എല്ലാ സമ്മാനങ്ങളും യോഗ്യതാപത്രങ്ങളും സുവനീറുകളും എയർഫോഴ്സ് വണ്ണിൽ, അതായത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് വിമാനത്താവളത്തിലെ പടിക്കെട്ടുകൾക്ക് സമീപം സൂക്ഷിച്ചിരുന്ന ചവറ്റുകുട്ടയിലേക്ക് ട്രംപ് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ചൈനയിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളിലൂടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ചാരവൃത്തി നടത്താനോ ഡാറ്റ ട്രാക്ക് ചെയ്യാനോ ഉള്ള സാധ്യതയെക്കുറിച്ച് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ വളരെയധികം ആശങ്കാകുലരായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ യാത്രയ്ക്കായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവരുടെ സ്വകാര്യ മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ വീട്ടിൽ ഉപേക്ഷിച്ച് ചൈനയിൽ താൽക്കാലിക ക്ലീൻ ബർണർ ഫോണുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. വൈറ്റ് ഹൗസ് ഉത്തരവ് പ്രകാരം ചൈനയിൽ നിർമ്മിച്ചതോ സ്വീകരിച്ചതോ ആയ ഒന്നും പ്രസിഡന്റിന്റെ വിമാനത്തിൽ കൊണ്ടുപോകില്ല എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ്. മൊബൈൽ ഫോണുകൾ, ബാഡ്ജുകൾ, ലാപ് പിന്നുകൾ, കോടിക്കണക്കിന് രൂപയുടെ മറ്റ് സമ്മാനങ്ങൾ എന്നിവ മാലിന്യ കൂമ്പാരത്തിൽ ട്രംപ് ഉപേക്ഷിച്ചത് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദവും വലിയ രീതിയിലുള്ള ചർച്ചയുമായി മാറിയിരിക്കുകയാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ വളരെയധികം പിരിമുറുക്കവും ചൂടേറിയ വാദപ്രതിവാദങ്ങളും നടന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം ചൈനയെ പൂർണ്ണമായും അപമാനിക്കുന്നതായി കണക്കാക്കുന്നു. നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നുവെന്ന അവകാശവാദങ്ങൾക്കിടയിലും ഈ യാത്രക്കിടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ വളരെയധികം പിരിമുറുക്കം ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ബീജിംഗിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശന വേളയിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഏജന്റിന്റെ കൈവശം ഒരു ഔദ്യോഗിക ആയുധം ഉണ്ടായിരുന്നതിനാൽ ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജന്റിനെ തടയുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് കേരള.